ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബജാജ് ഡോമിനാറിൻ്റെ ബാക്ക് സൈഡിൽ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സംഭവം ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ സംഭവം ഒടിഞ്ഞു പോയി. ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, കണ്ടോ? ശോകമാണ് ഈ ഒരു ലക്ഷണം. അപ്പോൾ നമുക്കത് അതിൻ്റെ വയറിംഗ് ഒക്കെ ഒന്ന് ആദ്യം നോക്കാം. ഇതിൻ്റെ വയറിംഗ് കണക്ഷൻ വരുന്നത് നമ്മുടെ പില്ലിയൻ സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കണക്ഷൻ വന്നേക്കുന്നത്. അപ്പോൾ ഏത് വയറാണ് ഇതിൻ്റേതെന്നും നമുക്ക് കറക്റ്റായിട്ടൊന്ന് ആദ്യം ചെക്ക് ചെയ്യുക, എന്നിട്ട് വേണം അത് മാറ്റി നോക്കാൻ. നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം, എന്നിട്ട് കൺഫേം ചെയ്യുക ഏത് വയറാണ് നമുക്ക് മാറ്റേണ്ടതെന്നുള്ളത്. കണ്ടോ? അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ എക്സാക്റ്റ് കണക്ഷൻ. കണ്ടോ? അത് പ്ലഗ് ചെയ്തപ്പോൾ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണമാണ്. അപ്പോൾ ഈ വയറാണ് നമുക്ക് താഴെ നിന്ന് കട്ട് ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടത്. കാരണം സ്റ്റോക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വയർ ഇങ്ങനെ ഉള്ളിൽ വന്നിട്ട് പ്ലഗ് ഇൻ ചെയ്തേക്കാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ മേടിച്ചേക്കുന്നത് ഒരു എന്താ പറയുന്നത് 250 റുപ്പീസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് മേടിച്ചേക്കുന്നത്. ഓൾമോസ്റ്റ് സെയിം തന്നെ എന്ന് പറയാം, പക്ഷേ ഷോറൂമിൽ നിന്നല്ല വാങ്ങിയത്. ഷോറൂമിൽ നിന്ന് വാങ്ങുമ്പോൾ 500 രൂപ വരും ഒരു ഇൻഡിക്കേറ്ററിന്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഇരിക്കുന്നത് ഈ ഫ്ലാപ്പിൻ്റെ അടിയിലാണ് എൻ്റെ കണക്ഷൻ പോയേക്കുന്നത്. ഈ ഫ്ലാപ്പ് ഊരാനായിട്ട് നമുക്ക് 6 നട്ടുകൾ ഊരണം. അപ്പോൾ 6 നട്ട് ഊരാനായിട്ട് 10 mm സ്പാനറാണ് വേണ്ടത്. നിങ്ങൾക്ക് ബോക്സ് സ്പാനർ ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ആ 2 നട്ട് ഊരി കഴിയുമ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇങ്ങോട്ട് പോരും. അപ്പം നമ്പർ പ്ലേറ്റ് ഇരിക്കുന്ന ആ ഒരു ഭാഗവും കൂടി ഇതിനോട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ആക്ച്വലി ആ ഒരു നട്ടും കൂടി, നമ്പർ പ്ലേറ്റിൻ്റെ നട്ടും കൂടി ഊരിയാൽ ആ ഫുൾ ഫ്ലാപ്പ്, താഴെ ഇരിക്കുന്ന ഫുൾ ഫ്ലാപ്പ് പോരുള്ളൂ താഴത്തേക്ക്. പിന്നെ ഊരുന്ന നട്ടുകളൊക്കെ വളരെ സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ഫിറ്റ് ചെയ്യാൻ നേരത്ത് ഇതൊക്കെ നോക്കി ടെൻഷനാവേണ്ടി വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 6 നട്ടല്ല, 2 നട്ടാണ് വരുന്നത്. പിന്നെ 4 ബോൾട്ടും, പിന്നെ 2 സ്റ്റാർ സ്ക്രൂവും വരുന്നുണ്ട്. ഇത് എല്ലാം ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മഡ്ഗാർഡിൻ്റെ അടിയിൽ വരുന്ന ഈ ഫ്ലാപ്പ് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ആ ഫ്ലാപ്പ് ഊരിയെടുത്താലേ നമുക്ക് ഇൻഡിക്കേറ്റർ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഇൻഡിക്കേറ്റർ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഈ ഫ്ലാപ്പ് ഊരണം. കാരണം ഇതിൻ്റെ അടിയിലാണ് ഇൻഡിക്കേറ്റർ ഫിക്സ് ചെയ്തേക്കണ നട്ട് വരുന്നത്. അത് 15 mm സ്പാനർ വേണം അത് ഊരാനായിട്ട്. നമുക്ക് ആദ്യം ഈ നട്ടും ബോൾട്ടുകളൊക്കെ ഊരിയിട്ട് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് 4 എണ്ണം നമ്മൾ ഊരി. ഇനി 5ാമത്തെ ബോൾട്ട് ഊരുവാണ്. ഞാൻ ഇത്തിരി ഫാസ്റ്റാക്കി കാണിക്കണതാണ്. അത്ര ഫാസ്റ്റും അല്ല, എന്നാൽ അത്ര സ്ലോവും അല്ല. കാരണം ഇത് നമ്മൾ എന്താ പറയുക, ടെക്നിക്കലി നല്ല പരിചയമുള്ളവർക്കൊക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് കുറച്ച് ടൈം എടുക്കണം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അല്ലാതെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ ഒപ്പിക്കണമല്ല. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാർ സ്ക്രൂസ്. ഇത് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഊരി, ഒരെണ്ണം ഇനി അപ്പുറത്തെ സൈഡിലുണ്ട്. 2ാമത്തെ ഞാൻ ഇപ്പോൾ ഊരുന്നത്. അത് താഴത്തേക്ക് പോയി. എന്നാലും താഴെ നിന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ചുമതലയാണത്. കണ്ട, ആ ഫ്ലാപ്പ് ഊരി കഴിയുമ്പോഴാണ് നമ്മൾ വയറിങ് കാണുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ സീറ്റിൻ്റെ താഴെ നിന്നുള്ള ലുക്ക് കേട്ടോ. അപ്പോൾ ടെയിൽ ടൈഡിയൊക്കെ നമുക്ക് മുറിച്ച് കളയാൻ ഭയങ്കര എളുപ്പമാണെന്നൊക്കെ വിചാരിക്കുന്നവർ മുറിച്ച് കളഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ ഈ വയറിങ്ങും കാര്യങ്ങളുടെയൊക്കെ കോംപ്ലിക്കേഷൻസ് ആലോചിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടി ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ മുറിക്കാൻ നേരം.
കണ്ട ഇതാണ് ചെവി പോലെ ആയിപ്പോയി ഇതിപ്പോൾ ഒടിഞ്ഞു കിടക്കണേ ചെവി. ഇതാണ് ഞാൻ പറഞ്ഞ നട്ട്. കണ്ടോ, ഇത് ഈ നട്ട് ഊരിയാലേ നമുക്ക് ഇൻഡിക്കേറ്റർ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് വയറിങ്, അതാണ് ഇൻഡിക്കേറ്ററിൻ്റെ വയർ. ഇപ്പോൾ ഞാനെന്താ ചെയ്യാൻ പോകുന്നത്, ഉള്ളിൽ നിന്ന് വന്നേക്കണ കപ്ലിങ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അതങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് താഴേന്ന് കട്ട് ചെയ്യാൻ പോകും. ഇതാണ് ഞാൻ ഊരിയെടുത്ത ഫ്ലാപ്പ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ലക്ഷണം. ടൈറ്റ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം ടൈറ്റ് ചെയ്യുന്നവർ. ഓക്കെ, ഇതാണ് ഞാൻ മേടിച്ചേക്കുന്ന റെപ്ലിക്ക എന്നൊക്കെ പറയാം. പക്ഷേ സംഭവം എന്താ പറയുക, നല്ലൊരു ബ്രാൻഡിൻ്റെ ഇൻഡിക്കേറ്റർ തന്നെയാണ്. 250 രൂപ വരുന്നുണ്ട്. ഞാൻ റോഡ് മങ്സിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, 15 mm സ്പാനർ വേണം നമ്മുടെ ഇൻഡിക്കേറ്റർ ഊരാനായിട്ട്. ഇതേപോലത്തെ സ്പാനർ തന്നെ വേണം കേട്ടോ. റിംഗ് സ്പാനർ ആണെങ്കിൽ പണി നടക്കില്ല. കാരണം റിംഗ് സ്പാനർ ആ വയറിനകത്ത് കൂടി കയറില്ലല്ലോ. അപ്പോൾ 15 mm ഈ ഷേപ്പിലെ സ്പാനർ തന്നെ വേണം. ആ നട്ടിലാണ് ഇൻഡിക്കേറ്റേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ ഇൻഡിക്കേറ്ററിൻ്റെ നട്ടൂരി ഇനി വയറ് കട്ട് ചെയ്യണം. എനിക്ക് വയറ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒടിഞ്ഞ ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട് നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് പുതിയ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാം. അപ്പോൾ വയറ് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഇൻഡിക്കേറ്ററിൻ്റെ വയറ് തന്നെ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി ബ്രേക്ക് ലൈറ്റിൻ്റെയും ബ്രേക്ക് എന്താ പറയുന്നത്, നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ വരുന്ന ലൈറ്റിൻ്റെ വയറിങ്ങും പോയിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റിൻ്റെ അല്ല, നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ വരുന്ന ചെറിയൊരു ലൈറ്റിൻ്റെ വയറിങ്ങും കൂടി പോയിട്ടുണ്ട്. അത് കട്ട് ചെയ്യാതെ സൂക്ഷിക്കുക. ഇൻഡിക്കേറ്ററിൻ്റെ വയർ മാത്രം കട്ട് ചെയ്യുക. നൈസായിട്ട് ഞാൻ ആ ഒടിഞ്ഞ ഇൻഡിക്കേറ്ററിൻ്റെ വയറിങ്ങനെ വരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആ നട്ടും ബോൾട്ടും, ആ നട്ട് നല്ല ക്വാളിറ്റിയുള്ള നട്ടാണ്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് പുതിയ ഇൻഡിക്കേറ്ററിലും. കാരണം അത് തുരുമ്പിക്കാത്ത മെറ്റീരിയലായിട്ട് തോന്നുന്നത് എനിക്ക്. അല്ല, ഇതാണ് ഞാൻ മേടിച്ച ഇൻഡിക്കേറ്റർ. 250 രൂപ വന്നുള്ളൂ. റോഡ്മോങ്സിൽ നിന്ന് വാങ്ങിയാണ്. കാരണം ഞാൻ ഷോറൂമിൽ പോയിട്ട് ഒറിജിനൽ ഇൻഡിക്കേറ്റർ ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ സ്റ്റോക്കില്ല. പിന്നെ മാത്രമല്ല 500 രൂപയും വരും ഒറിജിനൽ ഇൻഡിക്കേറ്ററിന്. ഇപ്പോൾ ഞാനോർത്ത് എനിക്ക് ഈ സാധനം ഓടിഞ്ഞത് ഓൾറെഡി 3 മാസമായി ഞാൻ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് കൊണ്ട് നടക്കണം. ഇനിയും വെയിറ്റ് ചെയ്യാൻ വയ്യ എനിക്ക്. അതുകൊണ്ട് ഞാൻ റോഡ്മോങ്സിൽ നിന്ന് എടുത്ത് ഈ സാധനം. കാണാൻ സെയിം നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ പോലെ തന്നെ ഇരിക്കുന്നത്. പിന്നെ എന്താ, വയറിന് മറ്റേ സ്റ്റോക്ക് വയറിൻ്റെ അത്രയും നീട്ടമില്ല. ആ നട്ടൊക്കെ പെർഫെക്റ്റാണ്, സെയിം ഫിറ്റിംഗ് ആണ് അതൊക്കെ. ഇപ്പം നമ്മുടെ മഡ് ഗാർഡിൻ്റെ ഹോളിൽ കൂടി ഇതിങ്ങനെ അകത്തേക്ക് ഇൻഡിക്കേറ്റർ കയറ്റിയിട്ട് ഇനി ഇവിടെ നിന്ന് ആ വാഷറും നട്ടും ഇട്ടിട്ട് ഇൻഡിക്കേറ്റർ ടൈറ്റ് ചെയ്ത് വെക്കണം. 15 mm സ്പാനർ ഇട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമുക്ക് മറ്റേ ലൈൻ കൊടുക്കണം. ഇൻഡിക്കേറ്ററിൻ്റെ വയറിങ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം, മറ്റേത് നമ്മൾ കട്ട് ചെയ്ത അതിലേക്ക്. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ സൈഡിലെ ഇത് കണ്ടല്ലോ, എന്താ പറയണ, ഫിക്സ് ചെയ്യുന്ന ആ കപ്ലിങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2 വയറും കൂടി ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഫിക്സ് ചെയ്യണം.
ഇപ്പോൾ 2 വയറും കൂടി ഫിക്സ് ചെയ്യുകയാണ്. അതായത് 2 വയറും കൂടി കണക്ഷൻ കൊടുക്കുകയാണ്. വയർ കണക്ഷൻ കൊടുക്കുമ്പോൾ കറക്റ്റ് വയറിൻ്റെ കളർ അനുസരിച്ചുള്ള കണക്ഷൻ കൊടുക്കുക. അതായത് ബ്ലാക്ക് കൊണ്ട് കണക്ട് ചെയ്യുക, പിന്നെ ഒരു ആഷ് കളറിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് മറ്റേ ഫ്ലാപ്പ് വെച്ച് താഴേന്ന് ബോൾട്ട് ചെയ്യുക. കണക്ഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ കത്തൂല, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇൻസുലേഷൻ ടേപ്പൊക്കെ ചുറ്റണതിന് മുന്നേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇൻസുലേഷൻ ടേപ്പൊക്കെ ചുറ്റുക, അല്ലെങ്കിൽ രണ്ടാമതാഴ്ച പണിയേണ്ടി വരും. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യണ ഭാഗമൊക്കെ എന്താ പറയുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് വീഡിയോ ഒന്ന്. കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോണ്. മാക്സിമം ചെറുതാക്കാൻ നോക്കണേണ്. അപ്പോൾ നമുക്കൊന്ന് ഇൻസുലേഷൻ ചുറ്റിയതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഇൻഡിക്കേറ്റർ സെറ്റപ്പായി. ഇനി നമുക്ക് നൈസായിട്ട് ഫ്ലാപ്പ് കയറ്റാം, അല്ലെങ്കിൽ ആ ടയറിൻ്റെ ചെളിയൊക്കെ എല്ലാം ആ വയറിൻ്റെ അങ്ങാട് ഓടി കയറും, പിന്നെ പണിയാവും. ഈ ഒരു ഫ്ലാപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങാടൊന്നും ചെളിയൊന്നും കയറാത്തത്. ഇപ്പോൾ നമുക്ക് നെട്ടും ബോൾട്ടും സ്ക്രൂ ഒക്കെ രണ്ടാമത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. ഇനിയിപ്പോൾ രണ്ടാമത് സെറ്റ് ചെയ്യണം കാണണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് കാണുക, അല്ലെങ്കിൽ ആവശ്യമുള്ള ഭാഗം കാണുക, ആവശ്യമില്ലാത്ത ഭാഗം സ്കിപ്പ് ചെയ്ത് കളയുക. ഞാനെന്തായാലും ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. ക്ഷമയുള്ളവർ മുഴുവൻ കാണുക, അല്ലെങ്കിൽ ആവശ്യമുള്ള ഭാഗം മാത്രം സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് വീഡിയോയുടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.